ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബ്രഷ് സ്റ്റാമ്പ് എങ്ങനെ ചെയ്യാം, പ്രൊക്രിയയിൽ ബ്രഷ് സ്റ്റാമ്പിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്റ്റാമ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് സിമ്പിൾ സ്റ്റെപ്സിൽ, ഒരു 2 to 3 സ്റ്റെപ്സിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ടേക്ക് എ സ്ക്വയർ ക്യാൻവാസ്. ഞാനിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുൻപ് ഡിസൈഡ് ചെയ്യണം എന്ത് ടാറ്റൂയിങ് ആണ് അല്ലെങ്കിൽ സ്റ്റാമ്പാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുള്ളത് ഒന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യു ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഡു ആസ് യുവർ സ്റ്റാമ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ സിംപ്ലി വെന്റ് ടു പിൻട്രസ്റ്റ് and downloaded an image. ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ഇമേജ് ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ എന്ത് വേണം, ഇപ്പോൾ ഇതാ ഈ ഒരു സ്വാനാണ് വരയ്ക്കേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ആൻഡ് ഡൗൺലോഡ് ദിസ് ഇമേജ്. ഓക്കെ, അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഐ എം ഗോയിങ് ടു ഡ്രോ എ ബട്ടർഫ്ലൈ. അപ്പോൾ ഇവിടെ പോവുക, ആക്ഷനിൽ പോവുക, click add, then click insert a photo, then insert this butterfly image. Okay, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഞാൻ ഐ എം റീസൈസിങ് ഇറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് വലുതാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ലെയറിലാണ് ഇരിക്കുന്നത്. ലെയറിൻ്റെ I'm reducing its opacity. Then I'm adding a new layer about, and I'm tracing. I'm going to trace this shape. I'm taking Studio Pen. അപ്പോൾ സ്റ്റുഡിയോ പെനിൽ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് I'm going to trace it. Okay. Now we have to select it. I'm just hiding the other layer, hiding the inserted image layer, and I'm selecting this one. Uniform selection click ചെയ്തിട്ട് just resize it. Here ഞാൻ ഇവിടെ ഒരു ഫ്രീ ഫോം സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്തു. As I want to resize it. Okay, ഈ ക്യാൻവാസ് ഫിൽ ചെയ്യുന്ന രീതിയിൽ റീസൈസ് ചെയ്യാം. Okay, now it's ready. So you have resized it, right? അപ്പോൾ നമ്മൾ റീസൈസ് ചെയ്തു, ക്യാൻവാസ് ഫിൽ ചെയ്യുന്ന രീതിയിലാക്കി വെച്ചു. Now just go to actions, click share. എന്നുവെച്ചാൽ നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ JPEG ആയിട്ട് സേവ് ചെയ്യണം. സേവ് ആസ് JPEG, ജസ്റ്റ് സേവ് ഇമേജ്. ഓക്കെ, അപ്പം നമ്മളിത് ഇമേജ് സേവ് ചെയ്തു. Then go to brush section. I have already created a brush stamp section here. If you don't know how to create a new brush set, just simply click here. Now you can see create new brush, create new set. Click create new set. So a new set will be created automatically. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഞാനിവിടെ ഓൾറെഡി ഒരു ബ്രഷ് സ്റ്റാമ്പ്സ് പറഞ്ഞിട്ടൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാമ്പ്സ് ഒക്കെ ഇതിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിക്ക് ഹിയർ, ക്രിയേറ്റ് ന്യൂ ബ്രഷ്, go to shape section, go to shape source,
അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എന്ന് കാണാം. ക്ലിക്ക് ഇമ്പോർട്ട് ഫോട്ടോ, ജസ്റ്റ് ഇമ്പോർട്ട് ഇറ്റ്. അത് ഇമ്പോർട്ടായി അല്ലേ? ഇതെന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് ഇങ്ങനെ ആവും. ഇൻവേർട്ട് ചെയ്യുന്ന നമ്മൾ ഓക്കെ, അത് ഇൻവേർട്ട് ആയിട്ടുണ്ട്. നൗ ഗോ ടു സ്ട്രോക്ക് പാത്ത്, ഇൻക്രീസ് സ്പേസിങ് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്കൊരാവശ്യം വരുന്ന ഒരു തോന്നുന്നവരെ ഒരു 70% ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നൗ ഗോ ടു ആപ്പിൾ പെൻസിലിൽ പോവുക, ഒപ്പേസിറ്റി കുറയ്ക്കുക, റെഡ്യൂസ് ഒപ്പേസിറ്റി ടു 0. ദെൻ ഗോ ടു പ്രോപ്പർട്ടീസ് പോയിട്ട് മാക്സിമം സൈസ് ഒന്ന് കൂട്ടുക. ഓക്കെ, മാക്സിമം സൈസ് മിനിമം സൈസും ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെറ്റ് റെഡി ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ എം ഹൈഡിങ് ദിസ് വൺ, ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ ലെയർ ആൻഡ് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട്. ആ ബ്രഷ് സ്റ്റാമ്പ് ഇസ് റെഡി. ഓക്കെ, അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലെ കുറച്ച് സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കൊരു സീംലെസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇതുപോലെ സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്കായിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഇതേ സാധനം പിന്നെ വരയ്ക്കേണ്ടി വരില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, കളർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമേജായിട്ട് വെക്കാവുന്നതുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഒരു ഇമേജായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഞാൻ സിമ്പിളായ രീതിയിൽ ബ്രഷ് സ്റ്റാമ്പ്സ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊക്രിയേറ്റ് ട്യൂട്ടോറിയൽസൊക്കെ ആവശ്യമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർട്ട് റിലേറ്റഡ് ടോപ്പിക്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ക്ലാസ്സസ് ഞാൻ ഫാഷൻ ഇല്ലസ്ട്രേഷൻ എടുത്തു. അപ്പോൾ കളർ വീലിനെ കുറിച്ചും കളർ തിയറീനെ കുറിച്ചെല്ലാം ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, 3 ദിവസം അടുപ്പിച്ച് പ്രൊക്രിയേറ്റ് ട്യൂട്ടോറിയലായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ അതിന് ശേഷം 3 ദിവസം അടുപ്പിച്ച് ഫാഷൻ ഇല്ലസ്ട്രേഷൻ. അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് കൊണ്ടുപോകാം കേട്ടോ. ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് ഇറ്റ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. ഓക്കെ, ഇൻഫോം ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.